ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലേൺ ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാദമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ ടെൻസ് 4 വിധമാണ്. അതിലെ ഒന്നാമത്തെ കാറ്റഗറിയായ സിമ്പിൾ ഫ്യൂച്ചറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഫ്യൂച്ചർ ടെൻസ് ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക, അതിലുപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫോം എങ്ങനെയാണ്, അതിൻ്റെ പോസിറ്റീവ് രൂപം എങ്ങനെയാണ്, നെഗറ്റീവ് രൂപം എങ്ങനെയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോമുകൾ എങ്ങനെയാണ് എന്നെല്ലാമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫങ്ഷനായിട്ട് ഗ്രാമേറിയൻസ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് റെഫേഴ്സ് ടു എ ടൈം ലേറ്റർ ദാൻ നൗ ആൻഡ് എക്സ്പ്രസസ് ഫാക്ട്സ് ഓർ സെർട്ടനിറ്റി. അതായത് ഭാവിയിൽ ഒരു കാര്യം പറയാൻ വേണ്ടി നോർമലായി ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ. അതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യം പറയാൻ വേണ്ടിയും അല്ലെങ്കിൽ യാഥാർത്ഥ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയും ഉറപ്പ് കാണിക്കുന്നതിന് വേണ്ടിയും ഉറപ്പുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയും സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം ചെയ്യും, പോകും, കളിക്കും, കുളിക്കും, കുടിക്കും, എഴുതും തുടങ്ങിയുള്ള രീതിയിലായിരിക്കും അർത്ഥം വരിക. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയ വില്ല്, ഷാൾ എന്നിവയാണ്. ഇനി ഇതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ് 1 എന്നിങ്ങനെയായിരിക്കും. സബ്ജക്റ്റിന് ശേഷം വില്ലോ അല്ലെങ്കിൽ ഷാളോ ഉപയോഗിക്കുക, ശേഷം വെർബ് 1 കൊടുക്കുക. ഇങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോം വരുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. നമ്മളിവിടെ എടുക്കുന്നത് വില്ല് കൊണ്ടുമുള്ള അതുപോലെ ഷാൾ കൊണ്ടുമുള്ള മൂന്ന് ഉദാഹരണങ്ങളാണ്. പോസിറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ചൈൽഡ് വിൽ പ്ലേ, കുട്ടി കളിക്കും. സബ്ജക്റ്റ് ആദ്യം നൽകി, ശേഷം വില്ല് നൽകി, ശേഷം വെർബ് 1 നൽകി. അതുപോലെ വില്ല് കൊണ്ടുള്ള മറ്റൊരു ഉദാഹരണം, ഫാദർ വിൽ ബൈ നോട്ട് ബുക്ക്. ഫാദർ നോട്ട് ബുക്ക് വാങ്ങും. ചൈൽഡ് വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ കുട്ടി കളിക്കുമെന്നാണ്. ഫാദർ വിൽ ബൈ നോട്ട് ബുക്ക്, അച്ഛൻ നോട്ട് ബുക്ക് വാങ്ങും. ഗോഡ് വിൽ സേവ് അസ്, ദൈവം നമ്മളെ രക്ഷിക്കും. വില്ല് കൊണ്ടുള്ള 3 ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഷാൾ ഉപയോഗിച്ചിട്ടുള്ള 3 ഉദാഹരണങ്ങൾ നോക്കാം. ടീച്ചർ ഷാൾ കം, ടീച്ചർ വരും. 2, മദർ ഷാൾ ഈറ്റ് ഫുഡ്, അമ്മ ഭക്ഷണം കഴിക്കും. 3, ദേ വിൽ അറൈവ് ടുമോറോ, അവർ നാളെ വരും. പോസിറ്റീവായിട്ടുള്ള 2 തരത്തിലുള്ള വില്ല് കൊണ്ടും ഷാൾ കൊണ്ടുമുള്ള 3 ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് വില്ല് അല്ലെങ്കിൽ ഷാളാണ്. ഇവ 2 വന്നാലും പ്രത്യേകിച്ച് അർത്ഥത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. എങ്കിലും സ്ലൈറ്റ്ലി ഡിഫറൻസുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബേസിക് സ്റ്റഡീസിൽ ആയതുകൊണ്ട് തന്നെ അത് പഠിക്കേണ്ടതില്ല, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതാണ് പോസിറ്റീവായ ഉദാഹരണങ്ങൾ. ഇനി ഇതിൻ്റെ നെഗറ്റീവായ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ചൈൽഡ് വിൽ പ്ലേ എന്നിടത്ത് ചൈൽഡ് വിൽ നോട്ട് പ്ലേ എന്ന് കൊടുക്കും. കുട്ടി കളിക്കും, കുട്ടി കളിക്കുകയില്ല. ഈ വിൽ നോട്ട് എന്നതിനെ ചുരുക്കി വോണ്ട് എന്നാക്കാം. ചൈൽഡ് വോണ്ട് പ്ലേ എന്നും പറയാം. ഫാദർ വിൽ ബൈ നോട്ട് ബുക്ക് എന്നിടത്ത് ഫാദർ വിൽ നോട്ട് ബൈ നോട്ട് ബുക്ക്, അതിനെ ചുരുക്കി ഫാദർ വോണ്ട് ബൈ നോട്ട് ബുക്ക്, അച്ഛൻ നോട്ട് പുസ്തകം വാങ്ങില്ല. അതുപോലെ ടീച്ചർ ഷാൾ കം, ടീച്ചർ വരും. ടീച്ചർ വരികയില്ല എന്നുള്ളതിന് ടീച്ചർ ഷാൾ നോട്ട് കം. മദർ ഷാൾ ഈറ്റ് ഫുഡ്, മദർ അമ്മ ഭക്ഷണം കഴിക്കും. അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയാൻ മദർ ഷാൾ നോട്ട് ഈറ്റ് ഫുഡ്. അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇനിവയെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ
ഓക്സിലറി വെർബിനെ നേരെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. ചൈൽഡ് വിൽ പ്ലേ എന്നുള്ളിടത്ത് കുട്ടി കളിക്കും എന്ന വാക്കിന് കുട്ടി കളിക്കുമോ, വിൽ ചൈൽഡ് പ്ലേ. അച്ഛൻ പുസ്തകം വാങ്ങുമോ, വിൽ ഫാദർ ബൈ നോട്ട് ബുക്ക്. ദൈവം നമ്മെ രക്ഷിക്കുമോ, വിൽ ഗോഡ് സേവ് അസ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ടെൻസുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.